കോഴിക്കോട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരന്റെ കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന് പരാതി. കൊയിലാണ്ടി കുനത്തറ സ്വദേശി സനൽരാജിന്റെ മകനാണ് കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടത്. ഫെബ്രുവരിയിൽ കുപ്പിച്ചില്ലുകൊണ്ട് കൈമുറിഞ്ഞതിനെ തുടർന്നാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മുറിവ് തുന്നി അന്ന് തന്നെ ആശുപത്രി വിട്ടു. എന്നാൽ 1 മാസത്തിന് ശേഷം കൈവിരലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി. വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കുടുംബം പറയുന്നു. ഗ്ലാസ് താഴെയാണ് വീണുപോയി. അന്നേരം അത് എടുക്കാൻ നോക്കും നേരം കുമ്പിട്ട് അതിൻ്റെ കൈ മുക്കത്തിപ്പോയതാ. അന്നേരം ലേശൊരു മുറിവുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ അടുത്ത ആസ്പത്രി കാണിച്ചു തരുമല്ലോ പറഞ്ഞു, നിങ്ങളിത് വേറെ ഒന്ന് കൊണ്ടൊക്കെ കാണിക്കുന്നു. അങ്ങനെ കൊയിലാണ്ടി ആസ്പത്രിയിൽ കൊണ്ടുപോയാൽ ഇവരങ്ങോട്ട് പറഞ്ഞത് എക്സ്റേ എടുക്കണമെന്ന്. അങ്ങനെ അവിടുന്ന് എക്സ്റേ എടുത്തേരാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ 2 തുന്നിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുന്നെടുത്തേരം മോൻ്റെ വിരൽ ഇങ്ങനെ വെച്ചെടുത്ത് തന്നെ ആയിപ്പോയി. തീരെ മടങ്ങുന്നതാണെന്നില്ല. അന്നേരം പിന്നെ ഇവർ ആദ്യം കൊയിലാണ്ടി തന്നെ കൊണ്ടുപോയാൽ പറഞ്ഞാൽ ഒരു നാരമ്പിനെന്തോ പറ്റിയിരിക്കുന്നു, അത് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണമെന്ന് പറഞ്ഞാൽ ആസ്പത്രിയിൽ നിന്ന് പറ്റിയതാണെന്നുള്ള ഡോക്ടർ പറഞ്ഞാലേ. ആ തുടക്കത്തിലേ ഞാളെ അടുത്ത് എത്തിയേക്കും കോളേജിലെ ഡോക്ടർ തുടക്കത്തിലേ ഞാളെ അടുത്തേക്ക് വന്നിക്കെങ്കിൽ ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല അതിനുള്ള. ഇത് ഫസ്റ്റ് ഷാട്ട് മുറിയുന്നത് ഓന് ഫെബ്രുവരി 15-ാം തീയതിയാണ്. ഫെബ്രുവരി 15-ന് മുറിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കാണിക്കുന്നത് ഏപ്രിൽ ഫസ്റ്റാണ്. രണ്ടാമത് പിന്നെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ള അറിയുന്നത്. മെയിൻ സർജറി ചെയ്യുന്നത് പിന്നെ ജൂൺ 11-ാം തീയതിയാണ്. ജൂൺ 11-ന് ശേഷം ഇതുവരെ ഇങ്ങനെ തന്നെ വീട്ടിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം പഠിക്കുന്നൊരു കുട്ടിയാണ്, എങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. കയ്യിൻ്റെ വിരൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകുക നിലവിൽ. ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫിസിയോതെറാപ്പി കൂടെ എന്തെങ്കിലും ആക്കാമെന്നുള്ളൊരു കണ്ടീഷനാണ്. ഒരു ഉറപ്പല്ല പറയുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, കൊയിലാണ്ടി MLA, ബാലുശ്ശേരി MLA, DMO, പിന്നെ കൊയിലാണ്ടി നഗരസഭ ചെയർമാൻ, കൊയിലാണ്ടി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഇല്ല, മറുപടി ആരും തന്നിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കൈവിരല് ഈ കുപ്പിച്ചില്ലു കൊണ്ട് മുറിഞ്ഞ് തുന്നിക്കെട്ടാൻ വേണ്ടി പോയതാ. ഇപ്പൊ കൈ അനക്കാൻ വയ്യ. 9 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. ഇതാണ് അവസ്ഥ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ചികിത്സാ പിഴവ് നേരിട്ടത് എന്നാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. ശരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, കൈയൊന്ന് തുന്നിക്കെട്ടാൻ പോയതാണ്, കൈ ഇപ്പം അനക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? കുട്ടിക്ക് ഈ കൈ അനക്കാൻ പറ്റത്തില്ലെങ്കിൽ പഠിക്കുന്നതും എഴുതുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടായി തീരുമല്ലോ. എന്താണ് പറയുന്നത്? ആശുപത്രി അധികൃതരുമായി നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് കണ്ണൂർ സ്വദേശി സനൽരാജിന്റെ മകൻ അർണവിനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇത്തരത്തിൽ കുട്ടി ഈ ഒരു അപകടം പറ്റുന്നത്. അതായത് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന സമയത്ത് ഗ്ലാസ് താഴെ വീഴുന്നു. അങ്ങനെ പൊട്ടിയ ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗ്ലാസ്സിലേക്ക് കുട്ടി വീഴുന്നു. അങ്ങനെ കൈക്ക് ഒരു ചെറിയ മുറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത ക്ലിനിക്കിൽ ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയെങ്കിലും ഗ്ലാസിന്റെ അംശം മുറിവിലുണ്ടോ എന്നറിയാത്തതുകൊണ്ട് തന്നെ എക്സ്റേ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് പോകണമെന്ന് അവിടെ നിർദ്ദേശിച്ചു. അങ്ങനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തി ഇവർ ചികിത്സ തേടുകയും ചെയ്തു. അന്ന് എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിക്കുകയും ചെയ്തതാണ്. പിന്നീട് തുന്നിക്കെട്ടി അന്ന് തന്നെ ഇവരെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. 1 മാസത്തിന് ശേഷം, അതായത് മുറിവിന്റെ തുന്ന് എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വിരലിന് ചലനശേഷിയില്ല എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. കുട്ടി നോക്കുന്ന സമയത്ത് കൈവിരൽ അനങ്ങുന്നില്ല. അങ്ങനെ ഇക്കാര്യം ആശുപത്രിയെ അറിയിച്ചു. പിന്നീട് ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്, പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലേക്ക്. അവിടെ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ മുറിവ് തുന്നിക്കെട്ടിയ സമയത്തുണ്ടായ അബദ്ധമാകാം ഇത്തരത്തിൽ ചലനശേഷി നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ളത് ഡോക്ടർമാർ തന്നെ ഈ കുടുംബത്തോട് പറയുന്നത്. അതായത് ചലനവള്ളി എന്നൊരു അത് അത്തരത്തിൽ അറ്റുപോയിട്ടുണ്ട്, അത് വലിഞ്ഞു പോയിട്ടുണ്ട്. അത് യോജിപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ നിന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു ശസ്ത്രക്രിയ നടത്തി. നിലവിൽ 32 തുന്ന് ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. ഇപ്പോഴും തുന്നെടുത്തിട്ടില്ല. 32 തുന്നാണുള്ളത്. ചലനവള്ളി കൂട്ടി യോജിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അത്തരമൊരു ശസ്ത്രക്രിയ. പക്ഷേ ഇപ്പോഴും കൈവിരൽ പൂർണ്ണാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ചലനശേഷി തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല എന്നുള്ളത് ഡോക്ടർമാർ തന്നെ കുടുംബത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്താൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടാകാം, അന്ന് മാത്രം നമുക്ക് പരീക്ഷിക്കാം എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശം. പക്ഷേ എന്തായാലും കുടുംബം വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ചെണ്ടയടക്കമുള്ള കലാവാസനയുള്ള വിദ്യാർത്ഥി കൂടിയാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർക്കെതിരെ കർശന നടപടി വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ചികിത്സ നടത്തിയ ഡോക്ടർമാർക്കെതിരെ. എന്തായാലും വലിയ ഒരു അനാസ്ഥ ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടി സംശയിക്കേണ്ടി വരും. കാരണം ഇത്തരത്തിൽ മറ്റൊരു പ്രയാസവും ഉണ്ടായിരുന്ന കുട്ടി
കുട്ടിയല്ല. കയ്യിൽ ഒരു ചെറിയ മുറിവ് പറ്റുന്നു. ആ മുറിവ് ചികിത്സ തേടിയ സമയത്താണ് ഒരു വിരലിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ ഫിസിയോതെറാപ്പി അടക്കമുള്ള നടപടികൾ തുടരുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടിക്ക് നിലവിൽ സ്കൂളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പഠനം മുടങ്ങുന്ന അവസ്ഥയിൽ കൂടിയാണ്. കാരണം കൈവിരൽ അനക്കാൻ പാടില്ല, ഭാരമുള്ള സാധനങ്ങളൊന്നും തന്നെ എടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മാസത്തിലധികം, അതായത് ഈ വർഷം സ്കൂൾ തുറന്ന ദിവസം ആകെ 8 ദിവസം മാത്രമാണ് കുട്ടി സ്കൂളിൽ പോയത്. ജൂണിലെ ആദ്യത്തെ 8 ദിവസം. പിന്നീട് ഇതുവരെ ക്ലാസ്സിൽ പോകാൻ പോലും സാധിച്ചിട്ടില്ല. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ കുട്ടിയുടെ പഠിപ്പ് പോലും നിലവിൽ പ്രതിസന്ധിയിലായ സാഹചര്യം കൂടിയുണ്ടായിരുന്നു. കൈവിരലുകൾക്കാണ് ചലനശേഷി നഷ്ടപ്പെടുന്നത്. പ്രേക്ഷകർ പറയുന്നു കൈക്കല്ല കൈവിരലാണ് എന്ന് തെളിയിച്ചു പറയൂ എന്ന് പറയുന്നു. കൈവിരലാണെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് ചലനശേഷി തന്നെയല്ലേ? ആ കൈവിരൽ നഷ്ടപ്പെട്ടാൽ ആ കുട്ടി എങ്ങനെയാണ് പേന പിടിക്കുക? ആ കുട്ടി എങ്ങനെയാണ് ഇനി എഴുതുക, പടങ്ങൾ വരയ്ക്കുക, എങ്ങനെയാണ് ചെറിയ ചെറിയ സാധനങ്ങൾ പിടിക്കുക? കൈവിരലിന് ചലനശേഷി നഷ്ടപ്പെട്ടു പോയിട്ട് വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കുപ്പിച്ചില്ല് കൊണ്ട് അത് ഒന്ന് തുന്നിക്കെട്ടാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വന്നപ്പോൾ കൈവിരൽ അനക്കാൻ വയ്യ. ഇതാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെയൊക്കെ ആശുപത്രികളിൽ നടക്കുന്നത്.